ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ യൂട്യൂബർ KM ഷാജഹാൻ കസ്റ്റഡിയിൽ. എറണാകുളം ചെങ്ങമനാട് പോലീസ് തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചെന്ന ഷൈനിന്റെ പുതിയ പരാതിയിലായിരുന്നു പോലീസിന്റെ നടപടി. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതാണ്. അതിനുശേഷം ഷാജഹാൻ ആലുവയിൽ നിന്ന് പോയി ഇന്ന് പുതിയൊരു പരാതിയിൽ, ഷൈൻ്റെ തന്നെ പുതിയൊരു പരാതിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു. ഒരു പക്ഷേ പോലീസിന്റെ തുടർ നടപടി, അറസ്റ്റ് ഉൾപ്പെടെ ഉള്ള തുടർ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? എപ്പോഴായിരുന്നു ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? വിജയകുമാർ, ഏതാണ്ടൊരു 2 മണിക്കൂർ മുമ്പാണ് എറണാകുളം റൂറൽ പോലീസ് ആക്കുളത്ത് ചെറുവയ്ക്കലിലെ KM ഷാജഹാന്റെ വീട്ടിലെത്തി KM ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് CPM വനിതാ നേതാവ് KJ ഷൈൻ ടീച്ചറിനെ സൈബർ അതിക്രമവുമായി അല്ലെങ്കിൽ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതി നേരത്തെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ്, അതായത് സൈബർ പോലീസ് KM ഷാജഹാനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. KM ഷാജഹാന്റെ കയ്യിൽ നിന്ന് മെമ്മറി കാർഡ് അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇനിയും വിളിപ്പിക്കും, അതായത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇനിയും വിളിപ്പിക്കും, ഇനിയും നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് KM ഷാജഹാൻ അറിയിച്ചതിന് ശേഷമാണ് ഇന്നലെ ഇയാളെ വിട്ടയച്ചത്. പക്ഷേ ഇന്നലെ എത്തിയതിനു ശേഷം വീണ്ടും ഇത്തരത്തിൽ KJ ഷൈൻ ടീച്ചറെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ കൂടി ഇയാൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു, യൂട്യൂബ് വഴി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അത് ഇന്ന് രാവിലെ KJ ഷൈൻ ടീച്ചർ നിലവിൽ റൂറൽ പോലീസിന് വീണ്ടും പരാതി നൽകുകയായിരുന്നു, സൈബർ പോലീസിന് വീണ്ടും പരാതി നൽകുകയായിരുന്നു. മനസ്സിലാക്കുന്നത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കസ്റ്റഡി നടന്നിരിക്കുന്നത്. ഈ KM ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സൈബർ അടങ്ങുന്ന എറണാകുളം റൂറൽ പോലീസ്. എന്നാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടി എറണാകുളത്ത് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് നേരത്തെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയിൽ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനു ശേഷം തൊട്ടു പിന്നാലെ തന്നെ സമാനമായ കുറ്റകൃത്യം ആവർത്തിച്ചു എന്നുള്ളതാണ് KM ഷാജഹാനെതിരായ പുതിയ പരാതി. ഇന്ന് രാവിലെയാണ് KJ ഷൈൻ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് KM ഷാജഹാനെതിരെ പരാതി നൽകിയത്. ഈ സൈബർ അധിക്ഷേപ കേസിലാണ് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് KM ഷാജഹാനെ ആക്കുളത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിജയകുമാർ. യെസ്, KJ ഷൈൻ ഇന്ന് നൽകിയ പുതിയ പരാതിയിൽ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് വ്യാജ വീഡിയോ ചിത്രീകരിച്ചു, അത് പ്രചരിപ്പിച്ചു എന്ന പുതിയ പരാതിയിൽ, എറണാകുളം റൂറൽ പോലീസിൽ നൽകിയ പുതിയ പരാതിയിലാണ് ഇപ്പോൾ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ചെങ്ങമനാട് പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷാജഹാനെ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ വളരെ വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷവും ഷാജഹാൻ വീണ്ടും ഇത്തരം വ്യാജ പ്രചാരണം നടത്തുന്നു, സൈബർ അധിക്ഷേപ പരാമർശം നടത്തുന്നു എന്നതാണ് KJ ഷൈൻ്റെ പുതിയ പരാതി. അതിന്മേലാണ് പോലീസ് ഇപ്പോഴിതാ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഇടതോരം ചാഞ്ഞ NSSന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കത്തിന്. NSSനെ തലോടിയും സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമവായ ശ്രമങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതിനിധി സഭയിൽ NSSന്റെ രാഷ്ട്രീയ നിലപാട് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വിശദീകരിച്ചേക്കും. സമദൂരം തുടരുമെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വിശദീകരിക്കുമ്പോഴും LDFിനോട് ശരിദൂരമോ എന്ന അങ്കലാപ്പിലാണ് UDF നേതൃത്വം. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം ഓർമ്മിപ്പിച്ചും സർക്കാരിന്റെ അന്നത്തെ നിലപാട് പറഞ്ഞും NSSനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നേതാക്കളാകട്ടെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളോടും നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. NSS നിലപാട് BJPക്കും തിരിച്ചടിയായി. BJPയുടെ പ്രതികരണവും കരുതലോടെയാണ്. അല്ല, ഞങ്ങൾ NSSനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. NSSന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത NSS നേതാക്കന്മാർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ NSS നിലപാട് UDFനും BJPക്കും തലവേദനയാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന NSS പ്രതിനിധി സഭയിൽ G സുകുമാരൻ നായർ രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. ചികിത്സയിൽ കഴിഞ്ഞ G സുകുമാരൻ നായരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചങ്ങനാശ്ശേരിയിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് NSS അനുനയ നീക്കത്തിന് തുടക്കമിട്ടത്.
പിന്നീട് മന്ത്രി VN വാസവൻ ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. NSSും SNDP യോഗവുമായുള്ള ഭിന്നതയുടെ മഞ്ഞുരുകിയെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ ബാനർ. സുകുമാരൻ നായർ കട്ടപ്പയായി മാറി എന്നാണ് ബാനറിലെ പരിഹാസം. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെയും ബാഹുബലിയുടെയും ചിത്രം ഉൾപ്പെടെയുള്ള ബാനറാണ് വെട്ടിപ്പുറം ശ്രീകൃഷ്ണ വിലാസം 115 നമ്പർ NSS കരയോഗം ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് NSS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചുള്ള G. സുകുമാരൻ നായരുടെ പരാമർശത്തിന് പിന്നാലെയാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. G. സുകുമാരൻ നായരുടെ നിലപാടിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ സമുദായത്തിൽ ഉണ്ടാകുമെന്നും എന്നാൽ ബാനർ പ്രത്യക്ഷപ്പെട്ടതിൽ കരയോഗത്തിനോ ഭാരവാഹികൾക്കോ പങ്കില്ല എന്നും കരയോഗം പ്രസിഡന്റ് ദിനേശ് നായർ 24-നോട്. കരയോഗത്തിനോ ഭരണസമിതിക്കോ ഒന്നും അതിന് യാതൊരു പങ്കുമില്ല. വ്യക്തിപരമായി ആരെങ്കിലും ചെയ്തതായിരിക്കണം. ആരാന്നതിൻ്റെ പേരുമൊന്നുമില്ല. ആര് ചെയ്തു എന്നുള്ള പേരുമൊന്നും വന്നിട്ടില്ല. ഇങ്ങനൊരു ഫ്ലക്സ് ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പഴയ പോലല്ല. പണ്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരോ കാണും. അത് നമുക്കറിയത്തില്ല. അടുത്ത പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറിയുടെ സർക്കാർ അനുകൂല നിലപാട് ചർച്ചയാകുമെന്നും കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. 24 പത്തനംതിട്ട. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഗവർണർ. ഭാരത് മാതയെ എതിർക്കുന്നവർ അയ്യപ്പ ഭക്തന്മാരായത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ശബരിമലയിലെ നിലപാട് മാറ്റം തുറന്നു പറയണമെന്നും ഗവർണർ പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ ശബരിമല ഭക്തന്മാരാണ്. ഇത് അവരുടെ രാഷ്ട്രീയ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ വിഷമമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പ്രസംഗത്തിനിടെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച നടപടിയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചത്. താൻ വിശ്വാസിയാണെന്നും മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ സംഭവിച്ചതാണെന്നും അതിൽ ഖേദമുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല. അറിയാനും എങ്ങാനും ഒരു കൈ മുങ്ങി അതൊരു സ്ക്രീൻഷോട്ടായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ പോലും എനിക്ക് വിഷമമുണ്ട്. കാരണം അത് കാണുമ്പോൾ പോലും എനിക്ക് വിഷമമുണ്ട്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരം. അപ്പം അങ്ങനെ ഒരു ഒറ്റയടിക്കൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളെയും അവിടുത്തെ ജീവനക്കാരെയും ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഒരു വാചകമായി പോയി അത്. പന്തളത്തെ ബദൽ സംഗമത്തിൽ നടന്നത് അധിക്ഷേപ പരാമർശങ്ങളെന്നും വിമർശനം. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നമുക്ക് പരസ്പരം പഴിചാരുകയും ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ആത്മീയ സമ്മേളനത്തിൽ അങ്ങനെ ആകാമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരാണ്, ഈ പറഞ്ഞ ആളുകളാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ കോടതിയെ അറിയിക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കും. കടപ്പത്രം വഴി വായ്പ കണ്ടെത്താനാണ് തീരുമാനം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ മാസവും പതിവ് തെറ്റിച്ചില്ല സംസ്ഥാന സർക്കാർ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ ആഴ്ച 1000 കോടി രൂപയുടെ വായ്പ എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 2000 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് വായ്പ എടുക്കുന്നത്. അടുത്ത ഈ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളത്തിന്റെയും പെൻഷന്റെയും വിതരണത്തിന് വേണ്ടി പണം കണ്ടെത്തുന്നതിനാണ് വായ്പയെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും 2000 കോടി രൂപ കടപ്പത്രം വഴി സമാഹരിക്കാനാണ് തീരുമാനം. ഓണക്കാലത്ത് തന്നെ ഏതാണ്ട് 8000 കോടിയോളം രൂപയുടെ വായ്പ എടുത്തിരുന്നു പൊതുപടിയിൽ നിന്ന്. അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 1000-ഉം ഇപ്പോഴത്തെ 2000 കൂടി ചേരുമ്പോൾ 3000 കോടി കൂടി എടുത്തിരിക്കുന്നു. അങ്ങനെ വായ്പ എടുത്താണ് ഇപ്പോൾ കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നം മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നത് എന്നതാണ് വസ്തുത. യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.
അയോധ്യ വിധിയിൽ വിവാദ പരാമർശവുമായി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുണ്ട് എന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പരാമർശം. ക്ഷേത്രം തകർത്തതിന് തെളിവില്ലെന്ന് വിധിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗം കൂടിയായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ അംഗമായ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമായ ചന്ദ്രചൂഡിന്റെ പ്രതികരണം. ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടുണ്ടെന്നാണ് പുതിയ അവകാശവാദം. ചരിത്രം മറന്നുവെന്നും നമ്മുടെ മുന്നിൽ ആർക്കിയോളജിക്കൽ തെളിവുണ്ടാകുമ്പോൾ എങ്ങനെ കണ്ണടയ്ക്കുമെന്നും ചന്ദ്രചൂഡ് അഭിമുഖത്തിൽ ചോദിക്കുന്നു. There is evidence in the form of the archaeological report. Ultimately, people who have criticized the judgment want to ignore the fundamental history of the mosque and then look at the more comparative history and selective elements of that history in support of what they postulate. അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന പരാമർശം നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്തിമവിധിയിൽ താൻ എന്താണോ എഴുതി വച്ചത് അതിന് വിപരീതമായുള്ള പ്രസ്താവന. അഭിമുഖം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. 24 ഡൽഹി. ലഡാക്കിലെ പ്രക്ഷോഭത്തിന് ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ പ്രകോപന പ്രസ്താവനകളെന്ന് കേന്ദ്ര സർക്കാർ. സോനം വാങ്ചുക്കിന്റെ എൻജോയ്ക്കെതിരെ CBI അന്വേഷണം തുടങ്ങി. ലഡാക്കിലെ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും CPM-ഉം രംഗത്ത്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിലുണ്ടായ പ്രക്ഷോഭത്തിന് കാരണം സോനം വാങ്ചുക്കിന്റെ പ്രകോപന പ്രസ്താവനകളാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. സർക്കാർ പ്രതിനിധികളും ലഡാക്കിലെ ഗ്രൂപ്പുകളും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. പുരോഗതിയിൽ തൃപ്തരല്ലാത്ത ചിലരാണ് അട്ടിമറിക്ക് ശ്രമിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. പിന്നാലെ വാങ്ചുക്കിന്റെ എൻജോയ്ക്കെതിരെ CBI അന്വേഷണം ആരംഭിച്ചു. നിയമവിരുദ്ധമായി വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കേസിൽ ഹാജരാകണമെന്ന് CBI നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സോനം വാങ്ചുക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് BJP ശ്രമമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവിടെ ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് തലയിൽ കെട്ടിവെക്കാനാണോ പരിശ്രമിക്കേണ്ടത്? അവിടെ തന്നെയാണ് BJPയുടെ അജണ്ട മനസ്സിലാക്കേണ്ടത്. അവിടെയും രാഷ്ട്രീയമാണ്. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നതിന് പകരം അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാൻ, ഭംഗ്യന്തരേണ കെട്ടിവെക്കാനുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവകാശങ്ങൾക്കായുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ BJP നേതൃത്വം നിരന്തരം അവഗണിച്ചുവെന്ന് CPIM PB കുറ്റപ്പെടുത്തി. പ്രക്ഷോഭത്തിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് റിപ്പോർട്ടുകൾ. 24 ഡൽഹി. രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത JPC യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ബീഹാർ പാഠമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. ജൂണിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തിരുന്നില്ല. പിന്നാലെയുണ്ടായ നിയമ പോരാട്ടങ്ങളും വിവാദങ്ങളും കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെയാണ് രാജ്യവ്യാപക SIR എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം മതിയെന്ന തീരുമാനത്തിലെത്തിയത്. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ച് നടപടികളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സമാനമായി മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യോഗം വിളിക്കണമെന്നാണ് നൽകിയ നിർദ്ദേശം. അടുത്ത മാസത്തോടെ രാജ്യവ്യാപക SIR നടപടികൾ തുടങ്ങുമെന്നാണ് സൂചന. ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 ഡൽഹി. ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ FIR-ലെ വിവരങ്ങൾ പുറത്ത്. പ്രതി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു എന്ന് FIR-ലുണ്ട്. ചിലരെ ഇയാൾ ബേബി എന്നാണ് വിളിച്ചിരുന്നതെന്ന് പെൺകുട്ടികളുടെ മൊഴിയിലും പറയുന്നു. വ്യാജസ്വാമിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന ഇയാൾ രാത്രിയിൽ മുറിയിലേക്ക് വരാനും ആവശ്യപ്പെട്ടിരുന്നു. രാത്രികാലങ്ങളിലാണ് ഇയാൾ കൂടുതലും മെസ്സേജുകൾ അയക്കുന്നത്. എതിർത്തപ്പോൾ ചിലരുടെ ഹാജർ നിലയിൽ കൃത്രിമം നടത്തിയതായും പരീക്ഷയ്ക്ക് അനാവശ്യമായി മാർക്ക് കുറച്ചതായും വിവരമുണ്ട്. ഇക്കൊല്ലം മാർച്ചിൽ സ്ഥാപനത്തിൽ നിന്ന് ഋഷികേശിലേക്ക് യാത്ര പോയപ്പോഴും പെൺകുട്ടികൾക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായി.
അവിടെ വെച്ച് ചൈതന്യാനന്ദ തന്റെ പുതിയ BMW കാർ പൂജ നടത്തിയതായും മൊഴിയുണ്ട്. 3 വനിതാ ജീവനക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീനും പെൺകുട്ടികളെ സ്വാമിക്ക് വഴങ്ങാനും പരാതി അവഗണിക്കാനും സമ്മർദ്ദം ചെലുത്തിയതായും FIR-ൽ പറയുന്നു. ഒളിവിലുള്ള വ്യാജസ്വാമിയെ കണ്ടെത്താൻ പോലീസ് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 ഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഗുരുതര ആരോപണവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടമാണെന്നും ചില കാര്യങ്ങളിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി എന്നുമായിരുന്നു EN സുരേഷ് ബാബുവിന്റെ ആരോപണം. ആരോപണമല്ല, അധിക്ഷേപമെന്ന് പ്രതികരിച്ച ഷാഫി പറമ്പിൽ EN സുരേഷ് ബാബുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പ്രസ്താവന വിവാദമായതോടെ ഷാഫി എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണവുമായി സുരേഷ് ബാബു രംഗത്തെത്തി. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു. എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാഷ് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഷാഫി പറമ്പിലിനെതിരെ. പിന്നാലെ EN സുരേഷ് ബാബുവിന് മറുപടിയുമായി ഷാഫി പറമ്പിൽ. ഇതാണോ CPM-ന്റെ 2026-ലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ഷാഫിക്കെതിരെയുള്ള പരാമർശങ്ങൾ വിവാദമായതോടെ EN സുരേഷ് ബാബുവിന്റെ വിശദീകരണം. താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ്. ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ച CPIM ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. CPM നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. പന്തംകുളത്തി പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ സ്റ്റേഡിയം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. രാഹുലിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുൽ തന്നെയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചു. 24 പാലക്കാട്. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെ. മുതിർന്ന നേതാക്കളുമായി രാഹുൽ ആശയവിനിമയം നടത്തിയിരുന്നു. രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് CPM-ഉം BJP-യും. മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടായേക്കുമെന്ന ആശങ്ക സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിരോധമൊരുക്കാൻ കഴിയില്ലെന്ന് രാഹുലിന്റെ നേതാക്കൾ അറിയിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലുമായി ആശയവിനിമയം നടത്തി. ഇതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയത്. രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടെന്നാണ് ധാരണ. പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. രാഹുലിനെതിരെ BJP-യും നിലപാട് കടുപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ BJP-യുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJP-യുടെ സ്റ്റാൻഡ്. 24 പാലക്കാട്. തിരുവനന്തപുരത്ത് അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞിനോട് അധ്യാപികയുടെ ക്രൂരത. മുറ്റമൂട് പറമ്പുകോണത്തെ അങ്കണവാടിയിലാണ് 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈ വീശി അടിച്ചത്. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ പിതാവ് പ്രവീൺ പറഞ്ഞു. ഇന്നലെ അംഗനവാടിയിൽ നിന്നും തിരിച്ചെത്തി കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് രക്ഷിതാക്കൾ കുട്ടിയുടെ മുഖത്ത് പാടുകൾ ശ്രദ്ധിക്കുന്നത്. പിന്നാലെ രക്ഷിതാക്കൾ അംഗനവാടി ടീച്ചറെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് ആശാവർക്കറെ കൊണ്ട് ടീച്ചറെ വിളിപ്പിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. ഇതോടെ രക്ഷിതാക്കൾക്ക് സംശയം ബലപ്പെട്ടു. ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. ടീച്ചർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇന്നലെ ടീച്ചറായ പുഷ്പകലയും ആശാവർക്കറും മാത്രമാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. ആയ അവധിയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം. അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എൻ്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കർണപുടത്തിൽ തകരാറുണ്ടോ എന്നാണ് പരിശോധിച്ചു വരുന്നത്. തൈക്കാട് ആശുപത്രി അധികൃതർ വിവരം തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. 3 വയസ്സുള്ള കുട്ടിക്ക് നേരെ മഹാരാഷ്ട്രയിലും അധ്യാപികയുടെ ക്രൂരത.
കൈകൊട്ടി പദ്യം ചൊല്ലാത്തതിന് മുഖത്തടിച്ച അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 7-ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. പദ്യം ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് തയ്യാറാകാത്തതിന് കുട്ടിയുടെ മുഖത്ത് തുടർച്ചയായി അടിക്കുകയായിരുന്നു. ഉല്ലാസ് നഗറിലെ എക്സലന്റ് കിഡ്സ് വേൾഡ് സ്കൂളിലാണ് സംഭവം. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. ഓപ്പറേഷൻ അങ്കോറിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ വാഹനത്തെ ചുറ്റിപ്പറ്റി അടിമുടി ദുരൂഹത. അരുണാചൽ പ്രദേശിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് മലയാളി എന്നാണ് കണ്ടെത്തൽ. വ്യാജമേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയ അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂസർ ഫസ്റ്റ് ഓണർ വാഹനം അടിമുടി ദുരൂഹതയെന്ന് വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണ് വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് പരിശോധന നടത്തുന്നുവെന്ന് സൂചന ലഭിച്ചതിനു പിന്നാലെ നിറം മാറ്റാനായി 2 ആഴ്ച മുൻപാണ് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ചത്. കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24നോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ വൈറ്റ് ആയിരുന്നു, അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. കോയമ്പത്തൂർ സംഘവുമായുള്ള മാഹിൻ അൻസാരിയുടെ ബന്ധം അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. നടൻ അമിത് ചക്കാലക്കലിനും ഇടനിലക്കാരായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടികൂടിയ മറ്റു വാഹനങ്ങളുടെ രേഖകളിൽ കസ്റ്റംസിന് സംശയമുണ്ട്. എൻ്റെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് പഴയ 1999 രജിസ്ട്രേഷന്റെ സമയത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ കിട്ടിയ ഉടനെ ആ എക്സൈറ്റ്മെന്റ് സാറിനൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന. പിടിച്ചെടുത്തതിൽ ഒരു വാഹനം മാത്രമാണ് തന്റേതെന്ന് അമിത് 24നോട്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ഭൂട്ടാൻ വാഹനം കേരളത്തിൽ നിന്ന് കടത്താൻ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 കൊച്ചി. അഡ്വക്കേറ്റ് ടി.ജെ. ഐസക് വയനാട് DCC പ്രസിഡന്റായി. കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ് ഐസക്. ND അപ്പച്ചൻ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. ആത്മഹത്യകളും വിഭാഗീയതയും പാർട്ടിയെ പിടിച്ചുലച്ചതിന് പിന്നാലെയായിരുന്നു ND അപ്പച്ചന്റെ രാജി. ഒടുവിൽ AICC തീരുമാനം വന്നു. ടി.ജെ. ഐസക് DCC അധ്യക്ഷൻ, നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ, 13 വർഷം തുടർച്ചയായി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, KSUവിലൂടെ സംഘടനാ രംഗത്തേക്ക്, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായി, DCC ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അനുഭവസമ്പത്താണ് ഐസക്കിനെ പദവിയിലേക്ക് എത്തിച്ചത്. ഞാൻ അങ്ങനെ വലിയൊരു സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. പാർട്ടിക്കകത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയൊരു സംവിധാനമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. വയനാട് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യ മുതൽ മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങളും ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യയും വരെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് ND അപ്പച്ചന് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. മാനസികമായിട്ട് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. നാളെയും സ്ഥാനമല്ല എനിക്ക് പ്രശ്നം. ഈ പാർട്ടി എന്നെ പരിഗണിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, 5 രൂപ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം, എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കാം, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഐസക്കിന് മുന്നിലെ വലിയ വെല്ലുവിളി. ND അപ്പച്ചനെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണെന്നും അർഹമായ വിടവാങ്ങൽ നൽകിയില്ലെന്നും പാർട്ടിക്കകത്ത് തന്നെ ആക്ഷേപമുയരുന്നുണ്ട്. AICC അംഗമായി അപ്പച്ചന് ചുമതല നൽകിയാണ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. 24 വയനാട്. വയനാട് DCC ട്രഷറർ ആയിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ പുരയിടവുമായി ബന്ധപ്പെട്ട ആധാരം കുടുംബത്തിന് തിരികെ ലഭിച്ചു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നുള്ള വായ്പാ തുക KPCC തിരിച്ചടച്ചതോടെയാണ് രേഖകൾ മടക്കി ലഭിച്ചത്. രേഖകൾക്ക് 2 ജീവന്റെ വിലയെന്ന് NM വിജയന്റെ കുടുംബം പ്രതികരിച്ചു. NM വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും നേരിട്ടെത്തിയാണ് ബാങ്കിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങിയത്. പാർട്ടി വരുത്തിവെച്ച ബാധ്യത കോൺഗ്രസ് വീട്ടിയെന്നും നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ 2 ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും പത്മജ. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വായ്പാ തുകയായ 58,23,000 രൂപയാണ് KPCC ഇന്നലെ ബാങ്കിൽ അടച്ചത്.
ആകെ 87 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയാണ് കോൺഗ്രസ് വീട്ടിയത്. കോൺഗ്രസ് വാക്കുപാലിച്ച സാഹചര്യത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വാക്കുപാലിക്കണമെന്ന് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ബാധ്യതകൾ തീർക്കാൻ തയ്യാറാകണം. NM വിജയേട്ടൻ്റെ മരണത്തിന് ശേഷം പാർട്ടി ഏറ്റെടുത്ത എല്ലാ ദൗത്യവും നിർവഹിച്ചു. തിരിച്ച് ഗോവിന്ദൻ മാഷും ശ്രീ ജയരാജനും അവിടെ വന്ന് പറഞ്ഞത് ഞങ്ങളത് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ആ പണമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. 24 വയനാട്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി. റോഡ് സേഫ്റ്റി കമ്മീഷണറായാണ് പുതിയ നിയമനം. നിതിൻ അഗർവാൾ പുതിയ ഫയർഫോഴ്സ് മേധാവിയാകും. പോലീസ് ശബ്ദരേഖാ വിവാദത്തിൽ ആരോപണ വിധേയനായ VG വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ പുതിയ അഴിച്ചുപണിയിൽ യോഗേഷ് ഗുപ്തയെ നീക്കിയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികൾ ഉൾപ്പെടെ ഒരു പക്ഷേ അല്ലെ അതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ട്, അത് സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലടക്കം പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ട് കിടക്കുന്ന ഉദ്യോഗസ്ഥർ, അവരെ സ്ഥാനം മാറ്റുന്ന ഒരു ഉത്തരവായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഏറ്റവും പ്രധാനം യോഗേഷ് ഗുപ്ത തന്നെയാണ്. അതായത് കേന്ദ്ര വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പോലീസ് മേധാവിയോട് തന്നെ പരസ്യമായി ഏറ്റുമുട്ടിയ സർക്കാരിനോട് കലഹിക്കുന്ന യോഗേഷ് ഗുപ്തയെ വീണ്ടും മാറ്റിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് ഫയർഫോഴ്സ് മേധാവി പദവിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തെ ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടാണ് മാറ്റി നിയമിച്ചിട്ടുള്ളത്. നിതിൻ അഗർവാൾ, റോഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന നിതിൻ അഗർവാളിനെ തിരികെ ഫയർഫോഴ്സ് മേധാവിയായിട്ടും നിയമനം നൽകിയിട്ടുണ്ട്. സുജിത് ദാസിനെ നമുക്കറിയാം. അദ്ദേഹം PV അൻവർ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയായാണ്. സുജിത് ദാസിനെ നേരത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി SP ആയിട്ടായിരുന്നു നിയമിച്ചത്. ആ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ പ്രൊക്യൂർമെന്റ് AIG ആയി മാറ്റി നിയമിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ പോലീസിലെ, അതായത് പത്തനംതിട്ട SP ആയിരിക്കെ പോലീസിലെ അശ്ലീല വാട്സ്ആപ്പ് സന്ദേശ വിവാദത്തിൽപ്പെട്ട VG വിനോദ് കുമാർ, അദ്ദേഹം റേഞ്ച് ഓഫീസ് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റിൽ AIG ആയിട്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പകരം പോലീസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി SP ആയി മാറ്റി നിയമിച്ചിട്ടുണ്ട്. നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ, അദ്ദേഹം തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു. അദ്ദേഹത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായും മാറ്റി നിയമിച്ചാണ് ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോഴൊരു വിവരം കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കസ്റ്റഡിയിലെടുത്ത KM ഷാജഹാന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തെ എറണാകുളം റൂറൽ പോലീസ് ഷാജഹാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പരിശോധനകൾക്ക് ശേഷം എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു എന്ന വിവരം കൂടി വരുന്നുണ്ട്. രാത്രി വൈകി എറണാകുളത്ത് എത്തിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെ തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. നമ്മൾ ഈ വാർത്ത വിശദമായി പരിശോധിക്കും. അതിനു മുമ്പ് മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തെക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് മഴ ശക്തമാകാൻ കാരണം. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജരായിരിക്കാൻ തിരുവനന്തപുരം നഗരസഭ ജീവനക്കാർക്ക് മേയർ നിർദ്ദേശം നൽകി. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരും. ഇന്നും നാളെയും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ചയോടെ ശക്തമായ മഴ വടക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ നഗര, മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, മീനച്ചിൽ മേഖലകളിൽ അതിശക്തമായ മഴ ലഭിച്ചു. 24 തിരുവനന്തപുരം.
എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി BJP സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപിയുടെ പരസ്യ പ്രതികരണത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. അതിനിടെ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി രംഗത്തെത്തി. 2016 മുതൽ ഞാൻ രാജ്യസഭയിലുള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. എയിംസ് ആലപ്പുഴ വേണമെന്ന് ആവർത്തിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃത്വം പരാതിയുമായി രംഗത്ത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയത്. അടുത്ത ആഴ്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയെ കണ്ട് വിഷയം നേരിട്ടറിയിക്കും. വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി നേതാക്കൾ. തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണമെന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എയിംസ് കേരളത്തിന് വേണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എയിംസ് കാസർഗോഡ് വരണമെന്നാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. എന്റെ നിലപാടും പിന്നെ BJPയുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്ന് പറഞ്ഞിട്ടായിട്ടാണ്. കാസർഗോഡ് തന്നെ എയിംസ് വരണം. 27-ന് കൊല്ലത്തെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ എയിംസിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് വ്യക്തമാക്കിയേക്കും. എയിംസിന്റെ പേരിൽ സുരേഷ് ഗോപി പതിവ് വിഡ്ഢിവേഷം കെട്ടുന്നുവെന്നാണ് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് റിസ്ക് എന്ന് വിദഗ്ധർ. ഇക്കാര്യം സുമയ്യെ ബോധ്യപ്പെടുത്തും. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് സുമയ്യ 24നോട് പറഞ്ഞു. സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സർജറിക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം സുമയ്യയെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനം. ഗൈഡ് വയറുമായി മുന്നോട്ട് പോകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സുമയ്യ 24നോട്. എനിക്കിപ്പോഴും ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല, ശ്വാസം മുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. എനിക്ക് ഇത് കിടക്കുന്നതുകൊണ്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്. എനിക്കിനി ഒരുപാട് കാലം ഞാൻ ജീവിക്കാനുള്ളതാണ്. ഗുരുതര പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയില്ലാത്തതിലും പരാതി. ഇപ്പോഴും ഡോക്ടറിന് മേലെ ഇതുവരെയ്ക്കും ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഡോക്ടർ ഇപ്പോഴും തുടർന്ന് സർവീസിലിരിക്കുകയാണ്. ഇപ്പം ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാം. ആരോഗ്യവകുപ്പ് നടപടികളിലെ മെല്ലെപ്പോക്കിനെതിരെ സുമയ്യയും കുടുംബവും സമരത്തിനൊരുങ്ങുമ്പോഴാണ് പിഴവിൽ പരിഹാരമില്ലെന്ന തീരുമാനം കൂടി പുറത്തുവരുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. ബാങ്ക് രേഖകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. ഏറെ വിവാദമായതിന് പിന്നാലെ തിരുമല അനിലിന്റെ ആത്മഹത്യ ഗൗരവത്തോടെ അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനം. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം കേസ് അന്വേഷിക്കും. പൂജപ്പുര CI, SI എന്നിവരെ സംഘത്തിൽ ഉൾപ്പെടുത്തി. അന്വേഷണ സംഘത്തെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംഭവത്തിൽ ബാങ്ക് രേഖകൾ ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. കൗൺസിലറുടെ മരണശേഷം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ബാങ്കിൽ നിന്ന് മാറ്റിയെന്നാണ് CPIM ആരോപണം. അതിനിടെ അടുത്ത നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് CPIMന്റെ തീരുമാനം. വിഷയം തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് പരിഹരിക്കാനായില്ലെന്നാണ് RSS വിലയിരുത്തൽ. വിഷയം ചർച്ച ചെയ്യാൻ BJP ജില്ലാ കമ്മിറ്റിയും ഉടൻ ചേരും. 24 തിരുവനന്തപുരം. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നിർണായക ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി കപ്പൽ കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണം എന്നാണ് ഉത്തരവ്. MSU അക്വിറ്റേറ്റ കപ്പലിന്റെ അറസ്റ്റ് പിൻവലിക്കുന്നതിൽ തുക കെട്ടിവെച്ച ശേഷം മാത്രം തീരുമാനമെടുക്കാമെന്നും കോടതി അറിയിച്ചു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് 9531 കോടി കെട്ടിവെക്കണമെന്നായിരുന്നു നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ്. ഇത്രയും വലിയ തുക കെട്ടിവെക്കാനാകില്ലെന്ന് MSC കമ്പനി കോടതിയെ അറിയിച്ചു. എത്ര തുക കെട്ടിവെക്കാനാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. എന്നാൽ തുകയൊന്നും കെട്ടിവെക്കാനാവില്ലെന്ന നിലപാടാണ് കമ്പനി സ്വീകരിച്ചത്. വിശദമായ വാദത്തിനൊടുവിലാണ് 1227.62 കോടി കെട്ടിവെക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. തുക കെട്ടിവെച്ച ശേഷം മാത്രമേ നേരത്തെ അറസ്റ്റ് ചെയ്ത MSC അക്വിറ്റേറ്റ കപ്പൽ വിട്ടുനൽകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. കപ്പൽ അപകടം സമുദ്രമേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്ന് പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി.
CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ചണ്ഡീഗഡിൽ സമാപിച്ച 25ാം പാർട്ടി കോൺഗ്രസ് ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഏറെ സന്തോഷമെന്ന ഡി രാജ. കേരളത്തിൽ നിന്നും പി സന്തോഷ് കുമാറും പ്രകാശ് ബാബുവും ദേശീയ സെക്രട്ടേറിയറ്റിലെത്തി. PP സുനീർ, TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെ പുതുതായി ദേശീയ കൗൺസിലിൽ ഉൾപ്പെടുത്തി. പ്രായപരിധിയിൽ ആർക്കും വിട്ടുവീഴ്ചയില്ലെന്ന് കേരള ഘടകം ആവർത്തിച്ചു പറഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഡി രാജയ്ക്ക് ഇളവ് നൽകാനുള്ള ദേശീയ എക്സിക്യൂട്ടീവിലെ തീരുമാനം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. പുതിയ ദേശീയ കൗൺസിൽ യോഗത്തിൽ ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി ഔപചാരികമായി തെരഞ്ഞെടുത്തു. പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഏറെ സന്തോഷമെന്ന് ഡി രാജ. My party has put such a great hope in me and I must be happy. At the same time, it gives me more commitment and I must work to meet the expectations of my party. കേരളത്തിൽ നിന്നും കെ പ്രകാശ് ബാബു, പി സന്തോഷ് കുമാർ എന്നിവർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റിൽ നിന്നും സ്വയം ഒഴിഞ്ഞു. ഉദയത്തിന്റെ കേരള സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആകാനാണ്. അയാൾ അടുത്ത ആഴ്ച വന്ന് അഖിലേന്ത്യയിലേക്ക് പോകാൻ പാടില്ല. പ്രായപരിധിയുടെ പേരിൽ കേരളത്തിൽ നിന്ന് ഇ ചന്ദ്രശേഖരൻ ഒഴിഞ്ഞപ്പോൾ PP സുനീർ, TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ ദേശീയ കൗൺസിലിലേക്ക് എത്തി. പ്രായപരിധിയെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിഞ്ഞ പല്ലബ് സെൻഗുപ്തയെ സ്ഥിരം ക്ഷണിതാവാക്കി. കെ നാരായണയാണ് കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ. സംഘടന പാർലമെന്ററി തലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ നേതൃത്വത്തിന് എങ്ങനെ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാകും ഈ പാർട്ടി കോൺഗ്രസിനെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക. ചണ്ഡീഗഡിൽ നിന്നും മോഹൻ കുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വൻ വീഴ്ചയെന്ന് കണ്ടെത്തൽ. ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട SP മെമ്മോ നൽകി. ആൾക്കൂട്ടം, MC റോഡിലെ ഗതാഗത കുരുക്ക് എന്നിവ പോലീസ് മുൻകൂട്ടി കണ്ടില്ല. പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് മെമ്മോ നൽകിയത്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് ഇതിൽ ഈ മെമ്മോയ്ക്ക് ആസ്പദമായി പറയുന്നത്? ഇതിലെ ആൾക്കൂട്ടത്തെ അവിടെ ഇത്രയും ആളുകൾ എത്തുമെന്ന് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസിന് വലിയ പാളിച്ച പറ്റി എന്നാണോ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ? വിജയകുമാർ, ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംഗമത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ എത്തി എന്നാണ് പോലീസിന്റെ ആദ്യം നൽകിയ റിപ്പോർട്ട്. അതായത് രജിസ്ട്രേഷൻ മുഖേന വന്ന ആളുകളല്ലാതെ അവിടെ ആ സമയത്ത് വന്ന ആളുകളെ അടക്കം പങ്കെടുപ്പിച്ചു. അതായത് വന്നു ചേർന്ന ആളുകളാണ് കൂടുതൽ. അങ്ങനെ റിപ്പോർട്ടാണ് ആദ്യം പോലീസ് നൽകിയത്. പക്ഷേ ഇത്തരത്തിലുള്ള വന്നു ചേരുന്ന ആളുകൾ കൂടി ഈ സംഗമത്തിൽ എത്തിയത് വലിയ രീതിയിൽ ജനങ്ങൾ കൂടുന്ന ഒരു സംഗമ വേദിയാകുമെന്ന് പോലീസിന് എന്തുകൊണ്ട് മുൻകൂട്ടി കണക്കാക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. അതിൽ ലോക്കൽ പോലീസ് എന്നതിൽ പ്രാഥമികമായും പന്തളം CIക്കും ഒപ്പം തന്നെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും നിലവിൽ മെമ്മോ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ കൂടുന്നു. സാധാരണ പ്രത്യേക സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം FSP അടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ രീതിയിൽ ആള് കൂടുകയാണെന്നുള്ള മുൻകൂട്ടിയുള്ള റിപ്പോർട്ട് നൽകിയിരുന്നില്ല സാധാരണ ഒരു പരിപാടി പോലെ. പക്ഷേ ഈ ബദൽ സംഗമത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടി ഏകദേശം 2 മണിക്കൂറോളം സമയം MC റോഡിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി. അങ്ങനെ ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കാര്യം പോലീസിന് മുൻകൂട്ടി അത് കണ്ടെത്താൻ സാധിച്ചില്ല. അത് രാഷ്ട്രീയമായ നേട്ടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭരണപക്ഷത്തെ പോലീസിന്റെ തന്നെ വലിയ വീഴ്ചയെ കണക്കാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഈ രീതിയിൽ ലോക്കലായിട്ടുള്ള പന്തളം ലോക്കൽ പോലീസിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നിലവിൽ ആഭ്യന്തര വകുപ്പ് അടക്കം തേടിയത്. വിജയകുമാർ. ഈ പന്തളത്ത് നടന്ന സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി അറിയുന്നതിൽ അവിടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ലോക്കൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്തളം CI അതുപോലെ അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തീരുവ തർക്കത്തിനിടയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിയുന്നു.
സ്ക്വാഡ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും കണ്ടേക്കും. അതേസമയം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതി എന്നാണ് സൂചന. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെയും സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെയും നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അമേരിക്കയിൽ തുടരുകയാണ്. വൈകാതെ തന്നെ വ്യാപാര കരാറിൽ ഒപ്പിടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങൾക്കും. ഇതിനിടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന വാദം അമേരിക്ക ആവർത്തിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് വഴി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നവർക്ക് ഇന്ത്യ പണം നൽകുകയാണെന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ വിൽക്കുന്നുണ്ടെന്നും റഷ്യ ഒഴികെ മറ്റേത് രാജ്യത്തിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനോട് അമേരിക്കയ്ക്ക് എതിർപ്പില്ലെന്നും ക്രിസ് റൈറ്റ്. ഇന്ത്യയെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഇന്ത്യയുമായി ബന്ധം വളർത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും ക്രിസ് പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ചാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴത്തീരുവ ചുമത്തിയത്. വ്യാപാര ചർച്ചകൾ പൂർത്തിയാക്കി ഈ ആഴ്ച അവസാനം പീയൂഷ് ഗോയലും സംഘവും ഇന്ത്യയിൽ മടങ്ങിയെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ക്വാഡ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മിറാൾഡ ജുവൽസ് കണ്ണൂർ താവക്കര ഷോറൂമിന്റെ 3ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ ഹനാൻ ഷാ ആണ് വാർഷികാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത്. വാർഷികത്തോടനുബന്ധിച്ച് സ്വർണത്തിനും ഡയമണ്ടിനും അടക്കം വിപുലമായ ഓഫറുകളും മിറാൾഡ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കളക്ഷൻ കണ്ണൂരിന്റെ മനസ്സറിഞ്ഞ് മെറാൾഡ നൽകി വരുന്നുണ്ടെന്ന് മെറാൾഡ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഷാനിൽ പറഞ്ഞു. ആയുർവേദ മരുന്നു നിർമ്മാണ സ്ഥാപനമായ ഔഷധിയുടെ തൃശ്ശൂരിലെ നവീകരിച്ച ഫാക്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, രസൌഷധികളുടെ നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കുട്ടനെല്ലൂരിലെ ഔഷധിയിലായിരുന്നു ചടങ്ങുകൾ. ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു. ഔഷധി അഭിമാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2024-25 കാലഘട്ടത്തിൽ സ്ഥാപനം അതിൻ്റെ എക്കാലത്തെയും വലിയ വിറ്റുവരവായ 222 കോടി രൂപ രേഖപ്പെടുത്തിയെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃദിക് പങ്കെടുത്തു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.